വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്കെല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്കിനാൽ ഒരു ദീനീ സദസ്സിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു തആല ഈ ഒരു ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മസ്ജിദുൽ അഖ്സയും അതിൻ്റെ ചരിത്രവുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുത്തിട്ടുള്ള വിഷയമെന്നുള്ളത്. എൻ്റെ വിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സൂചിപ്പിക്കാനുള്ള കാര്യം, ഈ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു വിഷയമാണ്. കേവലം 1 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ടോ തീർക്കാൻ കഴിയുന്നൊരു വിഷയമല്ല. പക്ഷെ എന്നാലും മസ്ജിദുൽ അഖ്സയെക്കുറിച്ച് നമ്മളെല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ ചില ചരിത്രങ്ങൾ, അഥവാ മസ്ജിദുൽ അഖ്സ നിർമ്മിച്ചത് മുതൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരുടെ കൈകളിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കൈകളിൽ മസ്ജിദുൽ അഖ്സ എത്തിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല കാര്യങ്ങൾ യഥാവിധി പറയാനും മനസ്സിലാക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മനുഷ്യരിൽ ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവാചകന്മാർ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ സാധാരണയുള്ള ജനങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ് ഈ വിഭാഗം ആളുകൾ. അതേപോലെ തന്നെ ചില ദിവസങ്ങൾക്കും ചില മാസങ്ങൾക്കും അള്ളാഹു പ്രത്യേക ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ പോലെയല്ല വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത്. അതേപോലെ തന്നെ ബാക്കിയുള്ള മാസങ്ങളെപ്പോലെയല്ല റമളാൻ മാസം എന്നുള്ളത്. അപ്പോൾ ചില ദിവസങ്ങൾക്കും ചില മാസങ്ങൾക്കും അള്ളാഹു പ്രത്യേകത നൽകിയിട്ടുണ്ട്.
അതേപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും ഒരുപോലെയല്ല. ചില സ്ഥലങ്ങൾക്ക് അള്ളാഹു ശ്രേഷ്ഠത കൂടുതൽ നൽകിയിട്ടുണ്ട്. 3 സ്ഥലങ്ങളാണ് ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള സ്ഥലങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസിൽ കാണാൻ കഴിയും, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ്. 3 പള്ളിയിലേക്കല്ലാതെ നിങ്ങൾ തീർത്ഥാടനം ലക്ഷ്യം വെച്ച് പോകാൻ പാടില്ല. ഏതൊക്കെയാണ് 3 പള്ളികൾ? ഒന്ന് മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി. ഈ 3 പള്ളികൾക്ക് മറ്റുള്ള പള്ളികളെക്കാൾ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മനുഷ്യന്മാരിൽ ചില ആളുകൾക്ക് അള്ളാഹു ചില ആളുകളെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ചില ദിവസങ്ങൾക്ക് മറ്റു ചില ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അതേപോലെ ചില സ്ഥലങ്ങൾക്കും അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ അള്ളാഹു ശ്രേഷ്ഠത നൽകിയ, ഫള് നൽകിയ ഒരു സ്ഥലമാണ് മസ്ജിദുൽ അഖ്സ എന്നുള്ളത്. ഒരുപാട് വർഷമായി മസ്ജിദുൽ അഖ്സയിൽ അല്ലെങ്കിൽ ഫലസ്തീനിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇത് ഫലസ്തീനിൻ്റെ പ്രശ്നമല്ല, ലോക മുസ്ലിമീങ്ങളുടെ പ്രശ്നമാണ് എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ പഠിക്കേണ്ട വിഷയം എന്നുള്ളത്. ഇല്ലേ, പുണ്യസ്ഥലങ്ങളെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മക്കയും മദീനയുമാണ്. ആ ഒരു സ്ഥാനത്തേക്ക് പലപ്പോഴും മസ്ജിദുൽ അഖ്സ വരുന്നില്ല എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അല്ലേ, മക്കയെയും മദീനയെയും പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വൈകാരികത മസ്ജിദുൽ അഖ്സയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കേണ്ടതാണ്. ആ ഒരു വൈകാരികത അല്ലെങ്കിൽ പലപ്പോഴും ആ ഒരു ഇഷ്ടം നമുക്കില്ലാത്തതിൻ്റെ കാരണം മസ്ജിദുൽ അഖ്സയെക്കുറിച്ച് നമ്മൾ പഠിച്ചില്ല എന്നുള്ളതാണ്. നമ്മുടെ അറിവില്ലായ്മയാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അതുകൊണ്ട് മസ്ജിദുൽ അഖ്സയുടെ ഏതാനും ചില ചരിത്രങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ നമ്മൾ വെള്ളിയാഴ്ച എടുക്കുന്നത് പോലെ ഒരു പ്രസംഗമല്ല, കാരണം ഒരു പ്രസംഗ രൂപത്തിൽ പറയേണ്ട വിഷയമല്ല. ഇതൊരു പഠന ക്ലാസ്സാണ്. നമ്മൾ ഈ വിഷയം ശരിക്ക് പഠിക്കണം എന്നതുകൊണ്ട് തന്നെ ഒരു പഠന ക്ലാസ്സാണ്. നിങ്ങളെല്ലാ ആളുകളും നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിക്കൊണ്ട് ഈ ക്ലാസ്സിൽ കൊണ്ടുവരണം എന്നുള്ളത് ആമുഖമായിക്കൊണ്ട് സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ മസ്ജിദുൽ അഖ്സ എന്നുള്ള നാമം ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് വന്നിട്ടുള്ളത്. അല്ലാഹു സൂറത്ത് ഇസ്രാഇന്റെ 1-ാമത്തെ ആയത്തിൽ പറയാണ്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. ആ ഒരു സ്ഥലത്ത് മാത്രമാണ് മസ്ജിദുൽ അഖ്സ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഖുർആനിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ മസ്ജിദുൽ അഖ്സയെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് മറ്റു 2 പേരിലാണ്. ഒന്ന് ബറക്ക എന്നുള്ള പേരിലും 2 മുഖദ്ദസ് എന്നുള്ള പേരിലും. വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയാഇന്റെ 71-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വനജ്ജൈനാഹു വലൂതൻ ഇലൽ അർദില്ലതി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ. താങ്കളെയും ലൂത്തിനെയും നിങ്ങളുടെ നാട്ടിൽ നിന്ന് വിശുദ്ധമായ ഭൂപ്രദേശത്തിലേക്ക് അള്ളാഹു രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹു പറഞ്ഞ വാക്കെന്താണ്? താങ്കളെയും ലൂത്തിനെയും. അപ്പോൾ താങ്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയാണ്, അത് ഇബ്രാഹിം നബിയെയും ലൂത്ത് നബിയെയുമാണ്. അവരുടെ നാട്ടിൽ നിന്ന് അഥവാ ഇറാഖിൽ നിന്ന് ഫിലസ്തീനിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തി. അപ്പോൾ അള്ളാഹു ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയേണ്ടതിന് പകരം അവിടെ പറഞ്ഞ വാക്ക് ബറക്ക എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ 2-ാമതായിക്കൊണ്ട് മസ്ജിദുൽ അഖ്സയെ പരാമർശിക്കുന്നൊരു പേര്. 3-ാമത്തെ പേര് മുഖദ്ദസ് എന്നുള്ളതാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി ബനു ഇസ്രായേൽ ജനത ഫിർഔനിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ മറുകര എത്തിയ സമയത്ത് അവരോട് തീഹ് മരുഭൂമിയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറാൻ വേണ്ടി പറയുന്നുണ്ട്. ആ സമയത്ത് മൂസാ നബി പറയുന്ന വാക്ക് മുഖദ്ദസ് എന്നുള്ളതാണ്. യാ ഖൗമി ദഖുലുൽ അർദൽ മുഖദ്ദസത്തില്ലതി ഖതബല്ലാഹു ലക്കും എന്നുള്ളതാണ്. അവിടെ മുഖദ്ദസ് എന്നുള്ള അല്ലെങ്കിൽ മുഖദ്ദസ് ബൈത്തുൽ മുഖദ്ദസ് എന്ന പേരും കാണാൻ കഴിയും. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ 3 രൂപത്തിലാണ് മസ്ജിദുൽ അഖ്സയെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ഒന്ന് മസ്ജിദുൽ അഖ്സ എന്നുള്ള പേരിൽ, 2 ബറക്ക എന്നുള്ള പേരിൽ, 2 ബൈത്തുൽ മുഖദ്ദസ് എന്നുള്ള പേരിൽ. നമ്മൾ അതേപോലെ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രവാചകന്മാരാലും വിശുദ്ധി നൽകിയ നാടാണ്
മസ്ജിദുൽ അഖ്സ അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് എന്നുള്ളത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ വളരെ സുപ്രധാനമായൊരു വാക്യമുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബിയെ കൊണ്ട് മക്കയെ വിശുദ്ധമാക്കി, മുഹമ്മദ് നബിയെ കൊണ്ട് അള്ളാഹു മദീന വിശുദ്ധമാക്കി, അള്ളാഹു സ്വയം വിശുദ്ധമാക്കിയ നാടാണ് ബൈത്തുൽ മുഖദ്ദസ് എന്നുള്ളത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറയാണ്, പ്രവാചകന്മാർക്ക് മാത്രമല്ല ലോകത്ത് കടന്നു വന്ന മുഴുവൻ ജനങ്ങൾക്കും വിശുദ്ധമായ മണ്ണാണ് ബൈത്തുൽ മുഖദ്ദസ്. അല്ലേ, നേരത്തെ സൂചിപ്പിച്ച ആയത്ത് വനജ്ജൈനാഹു വലൂതൻ ഇലൽ അർദില്ലതി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ എന്നാണ് അല്ലാഹ് പറഞ്ഞത്, ലോകർക്ക്. അഥവാ ലോകത്ത് ഉള്ള പ്രബലമായ ഏറ്റവും പ്രധാനപ്പെട്ട 3 മതങ്ങൾ, ആ 3 മതങ്ങളുടെയും പുണ്യഭൂമിയായി വിശുദ്ധ മണ്ണായി അവർ കാണുന്ന ലോകത്തെ ഒരേ ഒരു സ്ഥലം അത് ബൈത്തുൽ മുഖദ്ദസ് ആണ്. അഥവാ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, മുസ്ലിമീങ്ങൾ, ഈ 3 ലോകത്തറിയപ്പെട്ട പ്രഗത്ഭന്മാരായ 3 മതങ്ങളുടെയും ഉടമകൾ അവരുടെ വിശുദ്ധ മണ്ണായി അല്ലെങ്കിൽ പുണ്യകേന്ദ്രമായി അവർ കാണുന്ന ലോകത്തെ ഒരേ ഒരു സ്ഥലം അത് ബൈത്തുൽ മുഖദ്ദസ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പുള്ള ബൈത്തുൽ മുഖദ്ദസിൻ്റെ ചരിത്രം എന്താണ്? മഹാനായ അബൂ ദർ ഗഫാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കാണ്, പ്രവാചകരെ, യാ റസൂലല്ലാഹ്, അയ്യു മസ്ജിദിൻ ഉളിയ ഫിൽ അർളി അവ്വൽ, ലോകത്തുണ്ടാക്കിയ ആദ്യത്തെ പള്ളി ഏതാണ് പ്രവാചകരെ? റസൂലുള്ളാഹിന്റെ മറുപടി അൽ മസ്ജിദുൽ ഹറാം. സുമ്മ അയ്യ, പ്രവാചകരെ പിന്നെ ഏതാണ്? റസൂലുള്ളാഹിന്റെ മറുപടി അൽ മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ്. കം ബൈനഹുമ, റസൂൽ അതിനിടയിൽ എത്ര കാലയളവുണ്ടായിരുന്നു? റസൂലുള്ളാഹിന്റെ മറുപടി 40 സന, 40 വർഷമാണ്. 40 അഥവാ മസ്ജിദുൽ ഹറാം നിർമ്മിച്ച് പിന്നീട് 40 വർഷങ്ങൾക്ക് ശേഷമാണ് മസ്ജിദുൽ അഖ്സ നിർമ്മിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, ആരാണ് മസ്ജിദുൽ അഖ്സ നിർമ്മിച്ചത്? പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുള്ള വിഷയമാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ആദം നബിയാണ്, ആദം നബിയുടെ മക്കളാണ്, നൂഹ് നബിയാണ്, ഇബ്രാഹിം നബിയാണ്, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയാണ്, ഇബ്രാഹിം നബിയും പിന്നെ ഇസ്ഹാക്ക് നബിയാണ്. പല അഭിപ്രായങ്ങളും കാണാൻ കഴിയും. അതിലൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു മലക്കുകളാണ് എന്നുള്ളത്. അതവർ ഈ പറഞ്ഞ ഓരോ ആളുകളും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞുണ്ടാക്കിയ വാദങ്ങളല്ല. ഈ പറഞ്ഞ എല്ലാ ആളുകൾക്കും അവർക്ക് അവരുടേതായ തെളിവുകളുണ്ട്. മലക്കുകൾ എന്ന് പറഞ്ഞ ആളുകൾക്കുള്ള തെളിവ് എന്താണ്? സൂറത്ത് ബഖറയുടെ 127 ആയത്ത്, വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ എന്നുള്ളതാണ്. അഥവാ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും യർഫഉ എന്നാണ് പറഞ്ഞത്, ഉയർത്തി എന്നുള്ളത്. അപ്പോൾ അവിടെ ഉയർത്തണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഫൗണ്ടേഷൻ വേണം, ഒരു അടിത്തറ വേണം. ആ അടിത്തറ ഉണ്ടാക്കിയത് ആരാണ്? അത് മലക്കുകൾ എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. എന്തായാലും കുറച്ചുകൂടി സ്വീകാര്യമായിട്ടുള്ളത് ഇബ്രാഹിം നബി എന്നുള്ളതാണ്. നമുക്ക് ഇബ്രാഹിം നബിയുടെ ചരിത്രം മുതൽ തുടങ്ങാം. ഇബ്രാഹിം നബിക്ക് 2 മക്കൾ, ഇസ്മായിൽ നബിയും ഇസ്ഹാക്ക് നബിയും. ഈ ഇസ്ഹാക്ക് നബിയുടെ പരമ്പരയിലാണ് ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാർ. മഹാനായ യാക്കൂബ് നബി, യൂസുഫ് നബി, ഹൂദ് നബി, ദാവൂദ് നബി, സുലൈമാൻ നബി എന്ന് തുടങ്ങുന്ന പ്രവാചകന്മാർ മുഴുവനും കടന്നു വന്നത് ഇസ്ഹാക്ക് നബിയുടെ പരമ്പരയിലാണ്. എന്നാൽ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ ഒരേ ഒരു പ്രവാചകനുള്ളൂ, അത് മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാക്ക് നബി, ഇസ്ഹാക്ക് നബിയുടെ മകൻ യാക്കൂബ് നബി. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്നുള്ളത്. എന്താ ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ? ഇസ്രാ എന്ന് പറഞ്ഞാൽ അബ്ദുൻ, ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ്. അപ്പോൾ ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാ, അള്ളാഹുവിൻ്റെ അടിമക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞ പേരാണ് ഇസ്രായീൽ. അപ്പോൾ ബനു ഇസ്രായീൽ അല്ലെങ്കിൽ ഇസ്രായീൽ എന്നുള്ള നാമം ആരുടേതാണ്? യാക്കൂബ് നബിൻ്റെ മറ്റൊരു പേരാണ്. യാക്കൂബ് നബിക്ക് 12 മക്കൾ. യാക്കൂബ് നബിക്ക് 2 ഭാര്യമാർ, റാഹേലും റാശേലും. ഈ റാശേലിൽ 10 മക്കളും റാഹേലിൽ 2 മക്കളും. ആ 2 മക്കളാണ്, ഒന്ന് യൂസുഫ് നബിയും ബെന്യാമീനും. ചരിത്രം മനസ്സിലാകണില്ലേ? അഥവാ ഇബ്രാഹിം നബി, ഇസ്ഹാക്ക് നബി, യാക്കൂബ് നബി. യാക്കൂബ് നബിക്ക് 12 മക്കൾ, ഒരു ഭാര്യയിൽ 10 മക്കളും മറ്റൊരു ഭാര്യയിൽ 12 മക്കളും. അപ്പോൾ ഇവരുടെ ചരിത്രം മുഴുവനും നടക്കുന്നത് ഫലസ്തീനിലാണ്. യൂസുഫ് നബിയുടെയും യാക്കൂബ് നബിൻ്റെയൊക്കെ ചരിത്രം നടക്കുന്നത് ഫലസ്തീനിലാണ്. അഥവാ അവിടെ വെച്ചിട്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരന്മാർ അദ്ദേഹത്തെ കിണറ്റിൽ കൊണ്ടുപോയിടുന്നത്.
പിന്നീട് അവിടെ നിന്നൊരു കച്ചവട സംഘം വന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുപോവുകയാണ്, മിസ്റിലേക്ക്, അഥവാ ഇന്നത്തെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പിന്നീട് അദ്ദേഹം അവിടെ ഭരണാധികാരിയായി, അവിടെ മന്ത്രിയായിക്കൊണ്ട് അവിടെ ജീവിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ അദ്ദേഹം തിരിച്ച് മിസ്റിലേക്ക് കൊണ്ടുവന്നു. അവരാദ്യം ഫലസ്തീനിലായിരുന്നു. പിന്നീട് അദ്ദേഹം മിസ്റിലേക്ക് പോയപ്പോൾ, ഈജിപ്തിലേക്ക് പോയപ്പോൾ തൻ്റെ കുടുംബക്കാരെ അദ്ദേഹം തിരിച്ച് ഈജിപ്തിലേക്ക് അഥവാ മിസ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവരെയാണ് ബനു ഇസ്രായീൽ എന്ന് വിളിക്കുക. അപ്പോൾ ഇസ്രായേലിൻ്റെ സന്തതികൾ. ഇസ്രായേൽ ആരാണ്? യാക്കൂബ് നബിയാണ്. യാക്കൂബ് നബിൻ്റെ 12 മക്കൾ. അത് പിന്നീട് ഇവർ വികസിച്ച് വ്യത്യസ്ത നാടുകളിലേക്ക് പോയി. ഈ ബനു ഇസ്രായേലിൽ ശക്തമായൊരു ഗോത്രമുണ്ട്, അവരാണ് യൂദ് ഗോത്രം. ഇവർ മറ്റുള്ള ഗോത്രങ്ങളിൽ നിന്ന് സ്വയം വ്യത്യസ്തരാകാൻ വേണ്ടി ഇവരെ സ്വയം വിളിച്ച പേരാണ് യൂതന്മാർ. അതാണ് പിന്നീട് ജൂതന്മാരായിക്കൊണ്ട് മാറുന്നത്. എന്തായാലും അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു വന്നത്, യാക്കൂബ് നബിയും യൂസുഫ് നബിയും അവരെല്ലാവരും ഫലസ്തീന് വിട്ട് തിരിച്ച് അവരുടെ നാടായ, അല്ലെങ്കിൽ ഈ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മന്ത്രിയായിട്ടുള്ള മിസ്റിലേക്ക്, ഈജിപ്തിലേക്ക് ചേക്കേറി. ആ ഒരു പരമ്പരയിലാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു. മൂസാ നബിയും ബനു ഇസ്രായേൽ ജനതയും ഫിറൗനിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ ചെങ്കടൽ മുറിച്ച് കടന്ന് മറുകരയായ നാടിലേക്കെത്തി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കണം. അപ്പം അന്ന് ഫലസ്തീനിൽ ഉണ്ടായിരുന്നത് ഏറ്റവും അക്രമികളായ ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നേരെ കയറി ചെല്ലാൻ പാടില്ല, അവരുമായി യുദ്ധം ചെയ്ത് അവരെ കീഴ്പ്പെടുത്തിയിട്ടാണ് അവിടേക്ക് പ്രവേശിക്കേണ്ടത്. അതുകൊണ്ടാണ് ബനു ഇസ്രായേൽ ജനതയോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയാണ്, നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഘവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട് അവരെ കീഴ്പ്പെടുത്തി ബൈത്തുൽ മുഖദ്ദസിൽ കയറണം. അപ്പോൾ ആ സമയത്ത് ബനു ഇസ്രായേൽ ജനത പറഞ്ഞ വാക്കാണ് ഇന്ന ഫീഹാ ജബ്ബാരീൻ. മൂസ, അവർ പരാക്രമികളായ അക്രമികളായ ആളുകളാണ് ഫലസ്തീനിലുള്ളത്. അതുകൊണ്ട് ഫസ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന ഹൗനാ ഖായിദൂൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അവരപ്പോഴാണ് പറയണത്. നോക്കിയും അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന ഒരു വിഭാഗമാണ് ബനു ഇസ്രായേൽ ജനത. ഫിറൗനിൻ്റെ കയ്യിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി, ചെങ്കടൽ അള്ളാഹു പിളർത്തി കാണിച്ചു കൊടുത്ത് അതിലൂടെ രക്ഷപ്പെടുത്തി മറുകരയിലെത്തി. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അവരുമായി യുദ്ധം നടത്തി നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കുക എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് മൂസാ നബിനോട് പറയാണ്, ഫസ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന ഹൗനാ ഖായിദൂൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ അവിടെ ഇരുന്നോളാം. മൂസാ നബിയുടെ വാക്കിന് അന്ന് തയ്യാറായത് 2 പേരാണ്. ഒരുപാട് ജനങ്ങളുണ്ടായിട്ട് 2 ആളുകൾ, ഒന്ന് യൂഷ ബിൻ നൂനും 2 കാലിബ് ബിൻ യൂക്കിനെയാണ്. ഈ 2 ആളുകളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബക്കാരാണ്. യൂഷ ബിൻ നൂൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, മൂസാ നബിയുടെ പെങ്ങളുടെ മകനായിരുന്നു യൂഷ ബിൻ നൂൻ എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അവർക്ക് പിന്നീട് ആ പുണ്യമാക്കപ്പെട്ട ഭൂമി അള്ളാഹു നിഷിദ്ധമാക്കുകയാണ്. അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു, അവരോട് ബൈത്തുൽ മുഖദ്ദസിൽ കയറാൻ പറഞ്ഞു, അവർ കയറിയില്ല. അവർ നിഷേധം പ്രകടിപ്പിച്ചപ്പോൾ അവർക്ക് 40 വർഷം അള്ളാഹു നിഷിദ്ധമാക്കി. അള്ളാഹു പറയാണ്, ഖാല ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സന, നിങ്ങൾക്ക് 40 വർഷം ബൈത്തുൽ മുഖദ്ദസിൽ കയറാൻ പാടില്ല. ഈ ആയത്തിൻ്റെ ബാക്കിയായിട്ട് മൂസാ നബിനെ അള്ളാഹ് സമാധാനപ്പെടുത്തുന്നുണ്ട്. മൂസാ നബിയെ, താങ്കൾ സങ്കടപ്പെടണ്ട, ഈ അക്രമികളായ ആളുകൾ ചെയ്ത വിഷയത്തിൽ താങ്കൾ ദുഃഖിക്കണ്ട എന്ന രൂപത്തിലൊക്കെ മൂസാ നബിയെ അള്ളാഹു സമാധാനപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈ ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യാണ്? ബൈത്തുൽ മുഖദ്ദസ് നിഷിദ്ധമാക്കുകയാണ്. എത്ര വർഷം? 40 വർഷം. അങ്ങനെ ഇവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഭൂപ്രദേശമാണ് തീഹ് മരുഭൂമി. ഈ തീഹ് മരുഭൂമിയിൽ അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാണ് അള്ളാഹു അവരിലേക്ക് മന്നും സെൽവയൊക്കെ ഇറക്കി കൊടുക്കുന്നത്. അങ്ങനെ മന്നു സെൽവയൊക്കെ ഇറക്കി കൊടുത്തപ്പോഴും അവരുടെ അടുത്ത വാക്കെന്താണ്? ഞങ്ങൾക്ക് ഇത് പോരാ, ഗോതമ്പ് വേണം, ചീര വേണം, പല പച്ചക്കറികളും വേണം. ആ രൂപത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ പ്രയാസപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും അവർക്ക് 40 വർഷം ബൈത്തുൽ മുഖദ്ദസ് അള്ളാഹു നിഷിദ്ധമാക്കി. അവർക്ക് 40 വർഷം കഴിഞ്ഞിട്ടേ ഇനി അതിലേക്ക് കയറാൻ കഴിയുള്ളൂ. ഈ 40 വർഷത്തിനിടയിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുന്നത്. മൂസാ നബിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ബൈത്തുൽ മുഖദ്ദസിലൊന്ന് കയറണം. അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ പ്രായമുള്ള അമ്മമാർക്കൊക്കെ വലിയ ആഗ്രഹം ഉണ്ടാകും, മരിക്കണിന് മുമ്പ് മക്ക ഒന്ന് കാണണം, മരിക്കണിന് മുമ്പ് മദീനത്തൊന്ന് പോകണം. അതേപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു
ബൈത്തുൽ മുഖദ്ദസിലൊന്ന് കയറണം. പക്ഷെ അതിന് അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. അതിൻ്റെ മുമ്പാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അങ്ങനെ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവേ, ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്ത് ഒരു കല്ലെറിഞ്ഞാൽ എത്തുന്ന ദൂരത്ത് വെച്ച് എന്നെ മരിപ്പിക്കണേ. അഥവാ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്തെത്തി, ഇനി അദ്ദേഹം മരിക്കുന്ന സ്ഥലമല്ലേ, അവിടുന്ന് കല്ലെറിഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിലെത്തണം, അത്ര അടുത്തെങ്കിലും എന്നെ എത്തിക്കണേ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ ഫളായിലുൽ അംബിയ എന്ന് പറയുന്ന ബാബിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ഹദീസ് ഉണ്ട്. വല്ലാഹി ലൗ അന്നി ഇൻദഹു ലറഅയ്തു ഖബറഹു, ഞാൻ അവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ സ്വഹാബ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഖബർ ഞാൻ കാണിച്ചു തരുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഒരു കസീബുൽ അഹ്മറിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ. കസീബുൽ അഹ്മർ എന്ന് പറഞ്ഞാൽ ഒരു ചുവന്ന മൺകൂന, ഒരു ചുവന്ന മൺകൂനയുള്ള ഭാഗത്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖബർ എന്നുള്ളത്. അപ്പം എന്തായാലും മൂസാ നബിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. 40 വർഷം അവർക്ക് നിഷിദ്ധമായിരുന്നു. ആ ഒരു കാലയളവ് കഴിയുന്നതിന് മുമ്പ് തന്നെ മൂസാ നബി മരണപ്പെട്ടു. പിന്നീട് ഫലസ്തീനിലേക്ക് കയറാൻ ഭാഗ്യം ലഭിക്കുന്നത് യൂഷ ബിൻ നൂനിനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിന്തലമുറക്കാരൻ, അല്ലെങ്കിൽ മൂസാ നബിയുടെ ഭൃത്യൻ. മൂസാ നബിയും ഹിളർ നബിയുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ സൂറത്ത് കഹ്ഫിൽ കാണാൻ കഴിയും. മൂസാ നബി ഹിളർ നബിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. ആ ഭൃത്യൻ യൂഷ ബിൻ നൂൻ ആയിരുന്നു എന്നുള്ളത് നമുക്ക് തഫ്സീറിൽ കാണാൻ കഴിയും. യൂഷ ബിൻ നൂൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു സൈന്യവുമായി അവർ ഫലസ്തീൻ ലക്ഷ്യം വെച്ച് പോയി. അവർ പോകുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് യുദ്ധം ചെയ്യാൻ പാടില്ല. കാരണം സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച ആരംഭിക്കുകയാണ്. ശനിയാഴ്ച സബത്ത് ദിനമാണ്. അവർക്ക് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട ദിനമാണ് ശനിയാഴ്ച എന്നുള്ളത്. അതുകൊണ്ട് അവർ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവിടെ എത്തി. മഹാനായ യൂഷ ബിൻ നൂൻ അലൈഹി സ്വലാത്തു വസ്സലാം സൂര്യനെ നോക്കിക്കൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, ഇന്നകി മഅ്മൂറുൻ വ അന മഅ്മൂറുൻ, നീ കൽപ്പിക്കപ്പെട്ടവളാണ്, ഞാനും കൽപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കാതെ നിൽക്കണമെന്ന് അവിടെ വെച്ച് സൂര്യനോട് യൂഷ ബിൻ നൂൻ പറയുന്നുണ്ട്. നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും അള്ളാഹു സൂര്യനെ പിടിച്ചു വെച്ചു എന്നുള്ളതാണ്. ദിവസങ്ങളോളം സൂര്യൻ അസ്തമിക്കാതെ പിടിച്ചു വെച്ചു. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയും സൂര്യനെ അള്ളാഹു പിടിച്ചു വെച്ചിട്ടില്ല, ഒരാൾക്കൊഴികെ, അത് യൂഷ ബിൻ നൂനിന് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്. എന്തായാലും അവർക്ക് വേണ്ടി സൂര്യൻ അള്ളാഹു പിടിച്ചു വെച്ചു. ദിവസങ്ങളോളം അവർ യുദ്ധം ചെയ്തു. അവസാനം യൂഷ ബിൻ നൂനും അദ്ദേഹത്തിൻ്റെ സൈന്യവും ഫലസ്തീൻ കീഴടക്കി. ഫലസ്തീൻ ആരുടെ കയ്യിൽ കിട്ടി? വിശ്വാസികളുടെ കൈകളിൽ ലഭിച്ചു. പിന്നീട് ഈ പ്രവാചകൻ മരണപ്പെട്ടു. ഈ പ്രവാചകൻ മരണപ്പെട്ടപ്പോൾ പിന്നീട് ഇവരുടെ പിന്തലമുറക്കാരായ ആളുകൾ അവർ വീണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അമാലിക്കുകളുടെ രാജാവായ ജാലൂത്ത് ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കി. അമാലിക്കുകളുടെ രാജാവായ ജാലൂത്ത് എന്ത് ചെയ്യാണ്? ഈ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? ബൈത്തുൽ മുഖദ്ദസ് ജാലൂത്ത് പിടിച്ചടക്കി. അങ്ങനെ ജാലൂത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അള്ളാഹു തെരഞ്ഞെടുക്കുന്നത് താലൂത്തിനെയാണ്. താലൂത്തിനെ തെരഞ്ഞെടുത്ത സമയത്ത് ഇവരത് അംഗീകരിക്കുന്നില്ല. കാരണം ബനു ഇസ്രായേൽ ജനത അതിന് പറയുന്ന മറുപടി എന്താണ്? കാരണം ഭരണം ലഭിക്കേണ്ടത് പ്രവാചകനോ രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തിക്കോ ആകണം. ഇത് രണ്ടും അല്ല ഈ ത്വാലൂത്ത് എന്ന് പറയുന്ന വ്യക്തി. പിന്നെ എങ്ങനെയാണ് അയാൾക്ക് ഭരണം ലഭിക്കുക? അപ്പോൾ ഈ ത്വാലൂത്ത് മുഖേനയാണ് ഇവർക്ക് താബൂത്ത് ലഭിക്കുന്നത്. എന്താ താബൂത്ത് എന്ന് പറഞ്ഞാൽ? താബൂത്ത് എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വടിയും മൂസാ നബിയുടെ വസ്ത്രത്തിൻ്റെ കഷ്ണങ്ങളും തൗറാത്തിൻ്റെ ഏടുകളൊക്കെ ഉള്ള ഒരു പെട്ടിയാണ് താബൂത്ത്. ഇത് ഇവരുടെ കയ്യിൽ നിന്ന്, ഇവർ വലിയ പവിത്രമായി കാണുന്ന ഒരു വസ്തുവാണ്, ഇത് ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടമായി. ഇത് പിന്നീട് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് പിന്നീട് ലഭിക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? താലൂത്തിൻ്റെ കയ്യിൽ നിന്നാണ്. അതുകൊണ്ട് അവസാനം ഇവരുടെ രാജാവായിക്കൊണ്ട് താലൂത്തിനെ ഇവർ തെരഞ്ഞെടുത്തു. താലൂത്തിൻ്റെ സൈന്യവും ചേർന്ന് ജാലൂത്തിനെ കീഴടക്കി. താലൂത്ത് പിന്നീട് രാജാവായി. താലൂത്തിൻ്റെ സൈന്യത്തിലുണ്ടായ ഏറ്റവും ശക്തനായ ധീരയോദ്ധാവായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഓക്കെ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ദാവൂദ് നബി പിന്നീട് താലൂത്തിൻ്റെ ഭരണത്തിന് ശേഷം, അല്ലെങ്കിൽ മരണത്തിന് ശേഷം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭരണം ഏറ്റെടുത്തു.
ദാവൂദ് നബി മരണപ്പെട്ടപ്പോൾ ദാവൂദ് നബിയുടെ മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭരണമേറ്റെടുത്തു. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭരണാധികാരി അല്ലെങ്കിൽ രാജാവായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ആ സമയത്ത് ഒരു ഹൈക്കൽ, ഒരു മന്ദിരം അവിടെ ഉണ്ടാക്കുന്നത്. ഇന്ന് ജൂതന്മാരായ ആളുകൾ അവർ ബൈത്തുൽ മുഖദ്ദസിനെ ഏറ്റവും പവിത്രമാക്കാനുള്ള കാരണങ്ങളിലൊന്ന് ഈ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ഹൈക്കൽ അത് അവരുടേതാണ് എന്നുള്ള വാദമാണ്. ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും അതിൻ്റെ മുകളിലാണ് ഇന്നത്തെ മസ്ജിദുൽ അഖ്സ ഉള്ളത്, അതുകൊണ്ട് അത് പൊളിച്ചെടുക്കണം എന്ന രൂപത്തിലൊക്കെ അവർ വാദിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഏറ്റവും സ്വഹീയായ റിപ്പോർട്ടിൽ കാണാൻ കഴിയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് പ്രത്യേക ഒരു മന്ദിരമോ അല്ലെങ്കിൽ ഒരു പള്ളിയോ അല്ല ഉണ്ടാക്കുന്നത്, മസ്ജിദുൽ അഖ്സയെ അദ്ദേഹം വിപുലീകരിക്കുകയാണ്. അങ്ങനെ വിപുലീകരിച്ചിട്ട് അദ്ദേഹം 3 പ്രാർത്ഥന പ്രാർത്ഥിച്ചു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ദാവൂദ് നബിയുടെ മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മസ്ജിദുൽ അഖ്സ വിപുലീകരിച്ചതിന് ശേഷം 3 പ്രാർത്ഥന. എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന? ഹുക്കുമൻ യുസാദിഫു ഹുക്കുമഹു, നീതിയോടെ ഭരണം നടത്താനുള്ള അല്ലെങ്കിൽ നീതിയോടെ വിധി പറയാനുള്ള ഒരു കഴിവ് റബ്ബേ തരണം. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വമുൽക്കൻ ലാ യംബഗി ലിയഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം മറ്റൊരാൾക്കും നൽകാത്ത രൂപത്തിലുള്ള രാജാധികാരം എനിക്ക് ലഭിക്കണം. അതും അല്ലാഹു കൊടുത്തു. ഒന്നാമതും കൊടുത്തു, രണ്ടാമതും കൊടുത്തു അല്ലേ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം അതുപോലെ രാജാധികാരം ലഭിച്ച ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ പിന്നീട് കാണാൻ കഴിയില്ല. മൂന്നാമത് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണെന്നറിയോ? ആദ്യത്തെ 2ഉം അല്ലാഹു സ്വീകരിച്ചു. മൂന്നാമത് അദ്ദേഹം പ്രാർത്ഥിച്ചത് അള്ളാഹുവിൻ്റെ വജൂഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ മസ്ജിദുൽ അഖ്സയിൽ വന്ന് 2 റക്അത്ത് നമസ്കരിച്ചാൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ആക്കണം, അഥവാ അയാളുടെ പാപങ്ങൾ മുഴുവനും പുറത്ത് കിട്ടണം. ഈ സംഭവമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ട് പ്രവാചകൻ പറയാണ്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ആവശ്യപ്പെട്ട 2 കാര്യങ്ങളും അല്ലാഹു നൽകി. അദ്ദേഹത്തിന് നീതിയോടെ വിധി പറയാനുള്ള കഴിവും അദ്ദേഹത്തിൻ്റെ കാലശേഷം മറ്റൊരാൾക്കും നൽകാത്ത രൂപത്തിലുള്ള രാജാധികാരവും അല്ലാഹു നൽകി. മൂന്നാമത് അദ്ദേഹം ചോദിച്ചത് ഒരാൾ മസ്ജിദുൽ അഖ്സയിൽ വന്ന് അള്ളാഹുവിൻ്റെ വജൂഹ് ഉദ്ദേശിച്ചുകൊണ്ട് മസ്ജിദുൽ അഖ്സയിലെത്തി 2 റക്അത്ത് നമസ്കരിച്ചാൽ അയാൾക്ക് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ആകണമെന്നുള്ളതാണ്. റസൂലുള്ള പറയാണ്, ആദ്യത്തെ 2ഉം അല്ലാഹു നൽകി, മൂന്നാമത്തതും അല്ലാഹു നൽകണേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, അദ്ദേഹം മദീനത്ത് നിന്ന് ഫിലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് ഈ 2 റക്അത്ത് നമസ്കരിക്കാൻ മാത്രം പോകും. 2 റക്അത്ത് നമസ്കരിച്ച് ഭക്ഷണമോ വെള്ളമോ കുടിക്കാതെ തിരിച്ച് നേരെ മദീനത്തേക്ക് വരും. എന്തിന്? ഈ ഒരു കൂലി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരാൾ അള്ളാഹുവിൻ്റെ വജൂഹ് ഉദ്ദേശിച്ചുകൊണ്ട് മസ്ജിദുൽ അഖ്സയിലെത്തി 2 റക്അത്ത് നമസ്കരിച്ചാൽ അവന് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപങ്ങൾ പുറത്ത് കിട്ടണമെന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ അത് അള്ളാഹു സ്വീകരിക്കട്ടെ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതകാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ദാവൂദ് നബിക്ക് ശേഷം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭരണം ഏറ്റെടുത്തു. അപ്പോൾ ഇതൊക്കെ ആരുടെ കയ്യിലാണ്? പ്രവാചകൻ്റെയും സത്യവിശ്വാസികളായ ആളുകളുടെയും കൈകളിലാണ് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. സുലൈമാൻ നബിയുടെ കാലശേഷം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മരണത്തിന് ശേഷം വീണ്ടും ജനങ്ങൾ എന്ത് ചെയ്യാണ്? വ്യതിചലിക്കുകയാണ്. ആ സമയത്താണ് ബാബിലോണിയൻ രാജാവായ ബനു കനസർ എന്ന് പറയുന്ന വ്യക്തി ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കണത്. ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടച്ചു. ആ പിടിച്ച സമയത്ത് അള്ളാഹു ബനു ഇസ്രായേൽ ജനതയിലേക്ക് വീണ്ടും ഒരു പ്രവാചകൻ അയച്ചു. ഞാൻ ഈ ചരിത്രം ഇങ്ങനെ വായിക്കണ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? അള്ളാഹു ഏറ്റവും കൂടുതൽ നിഅമത്ത് നൽകിയ ഒരു ജനതയാണ് ബനു ഇസ്രായേൽ. കാരണം റസൂലുള്ള പറയാണ്, കുല്ലമാ ഹലക നബിയുൻ ഹലഫഹു നബിയുൻ, ഒരു പ്രവാചകൻ മരണപ്പെടുമ്പോൾ ഉടനെ തന്നെ അടുത്ത പ്രവാചകൻ, തുടരെയാണ്. ഒരു പ്രവാചകൻ മരിക്കുമ്പോൾ അപ്പം തന്നെ വീണ്ടും ഒരു പ്രവാചകൻ. അവർക്ക് മന്നും സെൽവി ഇറക്കി കൊടുത്തു. എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. മറ്റ് ലോകത്തുള്ള ഒരു ജനങ്ങൾക്കും നൽകാത്ത രൂപത്തിൽ ബനു ഇസ്രായേൽ ജനതയ്ക്ക് അല്ലാഹു അനുഗ്രഹം നൽകി. എന്നിട്ടും നന്ദികേട് കാണിച്ചു, ധിക്കാരം കാണിച്ചു ബനു ഇസ്രായേൽ ജനത. അപ്പോൾ ഈ ബനു കനസർ എന്ന് പറയുന്ന രാജാവിൻ്റെ കീഴിലുള്ള സൈന്യം വന്ന് ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കി. അപ്പം തന്നെ അള്ളാഹു അവിടേക്ക് ബനു ഇസ്രായേൽ ജനതയിലേക്ക് ഒരു പ്രവാചകൻ അയച്ചു. ആ പ്രവാചകരും വിശ്വാസികളായ ആളുകളും ചേർന്ന് വീണ്ടും ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കി. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കി. അതിനുശേഷമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്.
ഈസാ നബി ജനിച്ചപ്പോഴും ഈ ബനു ഇസ്രായേൽ ജനതൻ്റെ കാര്യം എന്താണ്? അവരപ്പോഴും ക്രൂരമായ പ്രവർത്തനങ്ങളാണ്. ഈസാ നബിയുടെ കാലത്ത് ജനിച്ച, അല്ലെങ്കിൽ ഈസാ നബിൻ്റെ കാലക്കാരനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ യഹിയ നബിയെ അവർ മൃഗീയമായി കൊണ്ട് വധിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജാരപുത്രൻ എന്ന് വാദിക്കുന്നുണ്ട്. ഈസാ നബിയെ അവർ കുരിശിൽ തറക്കുന്നുണ്ട്. അവരുടെ വിശ്വാസപ്രകാരം, നമ്മുടെ വിശ്വാസപ്രകാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി. എന്നാൽ ഇനി അവരുടെ വിശ്വാസപ്രകാരം പറയുകയാണെങ്കിൽ തന്നെ അവർ അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? ഈ ബനു ഇസ്രായേൽ ജനത കുരിശിൽ തറക്കുകയാണ്. അപ്പം അത്രത്തോളം നന്ദികേട് കാണിക്കുകയാണ് ഈ ഒരു ജനത എന്നുള്ളത്. ഈസാ നബിയുടെ കാലശേഷം ജൂതന്മാരായ ആളുകൾ ക്രിസ്ത്യാനികളായ ആളുകളെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആട്ടി ഓടിക്കുകയാണ്. ഇവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യാനികളല്ല നമ്മൾ കാണേണ്ടത്. അവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ആരാ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ഈസാ നബിയിൽ അംഗീകരിച്ച് യഥാർത്ഥ വിശ്വാസികളായ ആളുകളില്ലേ, അവരാണ് അന്നത്തെ ക്രിസ്ത്യാനികൾ. അപ്പോൾ ഈ ക്രിസ്ത്യാനികളായ ആളുകളെ ജൂതന്മാർ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആട്ടി ഓടിച്ചു. ഈ ക്രിസ്ത്യാനികളായ ആളുകൾ പോയത് റോമിലേക്കാണ്. റോമൻ ചക്രവർത്തി അവരെ സ്വീകരിച്ചു. അവർ പിന്നീട് റോമിൽ നിന്നു. അപ്പോൾ ബൈത്തുൽ മുഖദ്ദസിലുള്ളത് ആരാ? ജൂതന്മാരായ ആളുകളാണ്. ജൂതന്മാരായ ആളുകളുടെ ധിക്കാര സ്വഭാവം നിമിത്തം തീത്തോസ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു സൈന്യം വന്ന് ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കുകയാണ്. നോക്കി, ആരൊക്കെ വന്നിട്ടുണ്ട്? ബൈത്തുൽ മുഖദ്ദസ് ആരുടെ കൈകളിലൊക്കെ വന്നിട്ടുണ്ട്? ഈ തീത്തോസ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ വന്ന സൈന്യം ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കി ജൂതന്മാരെ അവിടെ നാട്ടി. അപ്പോൾ തീത്തോസും പിന്നെ അയാളുടെ പടയാളികളുമാണ് ബൈത്തുൽ മുഖദ്ദസിലുള്ളത്. ജൂതന്മാരെ ബൈത്തുൽ മുഖദ്ദസ് നാട്ടി ഓടിച്ചു. ക്രിസ്ത്യാനികളായ ആളുകൾ എവിടെയാണ്? റോമിലാണ്. ആ സമയത്താണ് റോമിൽ വളരെ സുപ്രധാനമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ക്രിസ്താബ്ദം 324 റോമൻ ചക്രവർത്തി അവിടെ വെച്ച് എന്ത് ചെയ്തു? ക്രിസ്തീയ മതം സ്വീകരിച്ചു. ക്രിസ്തീയ മതം സ്വീകരിക്കുക മാത്രമല്ല, അദ്ദേഹം സൂര്യനെ ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു. ആദ്യം അദ്ദേഹത്തിൻ്റെ മതം സൂര്യനെ ആരാധിക്കുന്നതായിരുന്നു. അപ്പം അദ്ദേഹം ഈ ക്രിസ്തീയ മതം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ പഴയ മതമല്ലേ അത് ഇതിൽ കൂട്ടിക്കലർത്തുകയും ചെയ്തു. അങ്ങനെയാണ് ക്രിസ്തു മതത്തിൽ ത്രിയേകത്വം ഉണ്ടാകുന്നത്. ത്രിയേകത്വം ഉണ്ടാകുന്നത് ആരാണ്? ഈ റോമൻ ചക്രവർത്തിയും പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയും ചേർന്നിട്ടാണ് ക്രിസ്തീയ മതത്തിൽ ത്രിയേകത്വം കൊണ്ടുവരുന്നത്. അങ്ങനെ ക്രിസ്ത്യാനികളായ ആളുകൾ റോമൻ ചക്രവർത്തിയുടെ കീഴിലും ജൂതന്മാരായ ആളുകൾ ബൈത്തുൽ മുഖദ്ദസ് നാട്ടി ഓടിക്കപ്പെട്ടു. ബൈത്തുൽ മുഖദ്ദസിലുള്ളത് തീത്തോസും അയാളുടെ പടയാളികളും. ഈ റോമൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു സൈന്യം വന്ന് അവർ വീണ്ടും ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കി. ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കി. അപ്പോൾ ആരുടെ കൈകളിലെത്തി? പിന്നെ ക്രിസ്ത്യാനികളായ ആളുകൾ, അഥവാ യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയാൻ പാടില്ല. അവരുടെ മതത്തിൽ എന്ത് ചെയ്തു? മറ്റുള്ള ആദർശങ്ങൾ കൂടിക്കലർന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പുള്ള ബൈത്തുൽ മുഖദ്ദസിൻ്റെ ചരിത്രം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പുള്ള ചരിത്രം. അഥവാ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബി, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഇബ്രാഹിം നബി, ഇസ്ഹാക്ക് നബിയുടെ മകൻ യാക്കൂബ് നബി, യാക്കൂബ് നബിയുടെ മക്കൾ യൂസുഫും പിന്നെ ബാക്കിയുള്ള 12 മക്കളും അവർ പിന്നീട് പോകുന്ന സമയത്ത് പിന്നീട് എന്ത് ചെയ്യാണ്? മറ്റൊരു രാജാവ് കീഴടക്കി. അതിനുശേഷമാണ് താലൂത്തും ജാലൂത്തും തമ്മിലുള്ള പ്രശ്നം. താലൂത്തിൻ്റെ ഭരണത്തിൽ അല്ലെങ്കിൽ സൈന്യത്തിലുണ്ടായിരുന്ന ആളായിരുന്നു ദാവൂദ് നബിയുടെ കാലശേഷം സുലൈമാൻ നബി, പിന്നീട് ഒരു പ്രവാചകൻ, പിന്നീട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ ഈസാ നബിയുടെ കാലം വരെ, പിന്നീട് ആ ഒരു കാലത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് കിട്ടാണ്. ഈസാ നബിൻ്റെ കാലശേഷം റസൂലുള്ളാഹിക്ക് നുബൂവത്ത് കിട്ടി. റസൂലുള്ളാഹിക്ക് 40ാമത്തെ വയസ്സിലാണ് നുബൂവത്ത് ലഭിക്കുന്നത്. പ്രവാചകൻ ആദ്യമുള്ള 16 വർഷവും തിരിഞ്ഞ് നിസ്കരിച്ചത് മസ്ജിദുൽ അഖ്സയിലേക്കാണ്. പ്രവാചകൻ ആദ്യം തന്നെ മസ്ജിദുൽ ഹറമിൽ തിരിഞ്ഞു നിന്നാൽ പോരെ? എന്തിനാ മസ്ജിദുൽ അഖ്സയിലേക്ക് റസൂലുള്ള തിരിഞ്ഞു നിന്നത്? അതിൻ്റെ കാരണം റസൂലുള്ള കൊണ്ടുവന്ന ആദർശം പുതിയതല്ല. പ്രവാചകൻ കൊണ്ടുവന്ന ആശയം പുതിയൊരു കാര്യമല്ല. മുൻഗാമികളായ പ്രവാചകന്മാർ പഠിപ്പിച്ച അതേ ആദർശം തന്നെയാണ്. മുൻഗാമികളായ പ്രവാചകന്മാർ പറഞ്ഞ ബൈത്തുൽ അഖ്സയിലേക്ക് തന്നെയാണ് പ്രവാചകനും സ്വഹാബിമാരും തിരിഞ്ഞു നിസ്കരിക്കുന്നത്. അപ്പോൾ പുതിയൊരു ആദർശമല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ 16 വർഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നത്. അങ്ങനെ എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞ് നമസ്കരിച്ചു.
പ്രവാചകന്റെ കാലഘട്ടത്തിൽ വളരെ സുപ്രധാനമായ മക്ക ജീവിത കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇസ്രാ മിഅ്റാജ് യാത്ര എന്നുള്ളത്. അഥവാ ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും, മിഅ്റാജ് എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7ാം ആകാശത്തിന് 16 വർഷം, 16 മാസം എന്ന് പറഞ്ഞാൽ 16 വർഷമാണ്. അപ്പോൾ എന്തായാലും ഇസ്രാ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കും, മസ്ജിദുൽ അഖ്സയിൽ നിന്ന് തിരിച്ച് 7ാം ആകാശത്തേക്കുമാണ് ഇസ്രാ മിഅ്റാജ് യാത്ര. അപ്പോൾ ഈ ഇസ്രാ മിഅ്റാജ് യാത്രയുടെ കേന്ദ്ര സംഗമ ബിന്ദു എവിടെയാണ്? ബൈത്തുൽ മുഖദ്ദസാണ്. അപ്പോൾ ഒരുപാട് റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ ഇനി ഇസ്രാ മിഅ്റാജ് യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിലെത്തി ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായിക്കൊണ്ട് റസൂലുള്ള എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വെച്ച് നമസ്കരിക്കുന്നുണ്ട്. സർവ്വ പ്രവാചകന്മാരാലും ഒരേ സമയത്ത് ഒരുമിച്ച സംഗമഭൂമി അത് ബൈത്തുൽ മുഖദ്ദസ് മാത്രമാണ്. അത്ര പ്രത്യേകതയുള്ള നാടാണ് മസ്ജിദുൽ അഖ്സ എന്നുള്ളത്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു പ്രവാചകൻ്റെയോ ഒരു മലക്കിൻ്റെയോ പാദസ്പർശമേൽക്കാത്ത 1 ഇഞ്ച് ഭൂമി ജെറൂസലേമിൻ്റെ പ്രദേശത്തിൽ എവിടെയുമില്ല. അഥവാ 1 ഇഞ്ച് ഭൂമി അവിടെ എന്തുണ്ടാകും? ഒരു പ്രവാചകൻ്റെയോ ഒരു മലക്കിൻ്റെയോ പാദസ്പർശം ഏറ്റിട്ടുണ്ടാകുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ എന്തായാലും റസൂലുള്ളാഹിക്ക് നുബൂവത്ത് കിട്ടി. പ്രവാചകൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തന്മാരായ ആളുകളായിരുന്നു ആ സമയത്ത് റോമും പേർഷ്യയും. റസൂലുള്ളാഹിക്ക് നുബൂവത്ത് കിട്ടി 3 വർഷത്തിന് ശേഷമാണ് പേർഷ്യക്കാർ റോമിനെ കീഴടക്കുന്നത്. ഈ ഒരു യുദ്ധം ഉണ്ടായ സമയത്ത് ജൂതന്മാരായ ആളുകളും മക്കയിലെ ഖുറൈശികളായ ആളുകളും സപ്പോർട്ട് ചെയ്തത് പേർഷ്യക്കാരെയാണ്. റസൂലുള്ളയും സ്വഹാബത്തും സപ്പോർട്ട് ചെയ്തതോ റോമക്കാരായ ആളുകളെയാണ്. അപ്പം ഇനി റോമക്കാർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രൂപത്തിൽ പേർഷ്യക്കാർ അവരെ കീഴടക്കി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് പറയുന്നുണ്ട്, അലിഫ് ലാം മീം ഗലബത്തി റൂം ഫി അദിനൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫി ബിദ്ഇ സിനീൻ എന്നുള്ളതാണ്. അല്ല, റോമക്കാരായ ആളുകൾ ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യും? അവർ തിരിച്ചു വരാനുണ്ട്, അവർക്ക് വിജയമുണ്ട്. അപ്പോൾ ഈ ഒരു ആയത്ത് റസൂലുള്ള ഓതുന്ന സമയത്ത് ഖുറൈശികളായ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റസൂലുള്ളാഹിനെ കളിയാക്കുന്നുണ്ട്. കാരണം ഇത് അസംബന്ധമാണ്. ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും, അബൂബക്കർ റളിയല്ലാഹു അൻഹും ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയും ആ സമയത്ത് പന്തയം പോലും വെക്കുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം റോം പിടിച്ചടക്കുമെന്നുള്ള വാർത്ത അത് അസംബന്ധമാണ് എന്നാണ് ഈ രൂപത്തിൽ ഖുറൈശികളായ ആളുകളൊക്കെ പറയുന്നത്. കാരണം അവർക്കൊരിക്കലും തിരിച്ചു മടങ്ങി വരാൻ കഴിയാത്ത രൂപത്തിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യാണ്? റോമൻ സാമ്രാജ്യത്തിലെ രാജാവിൻ്റെ കീഴിൽ അവർ പിന്നീട് വലിയ ഒരു സൈന്യവുമായി വന്ന് പേർഷ്യയെ കീഴടക്കി. ഇതിൽ അത്ഭുതകരമായ സംഭവം എന്താണെന്നറിയോ? മുസ്ലിമീങ്ങൾ ഖുറൈശികളെ കീഴ്പ്പെടുത്തുന്നതും പേർഷ്യക്കാരെ റോമക്കാർ കീഴ്പ്പെടുത്തുന്നതും ഒരേ വർഷമാണ്. ഏതാണ്? ഹിജ്റ 2. ഹിജ്റ 2 മുസ്ലിമീങ്ങൾ ഖുറൈശികളെ കീഴ്പ്പെടുത്തുന്നതും പേർഷ്യക്കാരെ റോമക്കാരെ കീഴ്പ്പെടുത്തുന്നതും രണ്ടും ഒരേ വർഷത്താണ് എന്നുള്ളതാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തറിയപ്പെട്ട രാജാക്കന്മാരിലേക്ക് കത്തെഴുതി. അവരോടൊക്കെ ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞ് ഇസ്ലാമിൻ്റെ മഹത്വം പറഞ്ഞിട്ടുള്ള കത്തുകൾ ഓരോ രാജാക്കന്മാർക്കും പ്രവാചകൻ അയച്ചു. അല്ലെ, കൈസർ രാജാവിനെ അയക്കുന്നുണ്ട്. നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ വിശദീകരിക്കുന്ന സ്വഹാബ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കൈസർ രാജാവ് അത് കിട്ടിയപ്പോൾ ആദ്യം പിച്ച് ചീന്താണ്. അപ്പോൾ റസൂലുള്ള പറഞ്ഞ വാക്കാണ്, മസ്സക്കല്ലാഹു മുൽക്കഹു കമാ മസ്സക കിതാബി. എൻ്റെ എഴുത്ത് ഏത് രൂപത്തിലാണ് അദ്ദേഹം പിച്ച് ചീന്തിയത്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭരണം, അധികാരം അള്ളാഹു പിച്ച് ചീന്തട്ടെ എന്നുള്ളതാണ്. കൈസർ രാജാവിൻ്റെ സാമ്രാജ്യം പിന്നീട് പതനം ഉണ്ടാകുകയാണ്. എന്തായാലും ഹിർക്കൽ രാജാവിന് ഈ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭാഗമുള്ള ഹിർക്കൽ രാജാവിന് എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തെഴുതി. ഈ കത്ത് ലഭിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഹിർക്കൽ രാജാവ് ഒരു സ്വപ്നം കണ്ടു. സുന്നത്ത് കഴിഞ്ഞ ഒരു വിഭാഗം തന്നെ കീഴ്പ്പെടുത്തുന്നതാണ്. അപ്പോൾ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ ആളുകളോട് അദ്ദേഹം പോയി ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ അവരൊക്കെ പറഞ്ഞ് അത് ജൂതന്മാരായ ആളുകളായിരിക്കും, അത് ഇനി ഒരിക്കലും നടക്കാനും പോകുന്നില്ല, കാരണം അവർ ആകെ പതനം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് കാര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു സ്വപ്നം കണ്ട് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് റസൂലുള്ളാഹിൻ്റെ ദൂതൻ ഈ കത്തുമായി ഹിർക്കൽ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലണത്. അങ്ങനെ ഹിർക്കൽ രാജാവിന് റസൂലുള്ളാഹിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യം.
ആ സമയത്ത് മക്കത്ത് നിന്ന് ആരെങ്കിലും കച്ചവട ആവശ്യാർത്ഥം ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ടോ? അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അവർ കച്ചവട അങ്ങാടിയിൽ പോയി നോക്കിയപ്പോൾ കച്ചവട ആവശ്യാർത്ഥം വന്നിട്ടുള്ളത് റസൂലുള്ളാഹിൻ്റെ ബദ്ധവൈരി അബൂ സുഫിയാനാണ്. അന്ന് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അബൂ സുഫിയാനോട് റസൂലുള്ളാഹിനെ കുറിച്ച് ഹിർക്കൽ രാജാവ് ചോദിക്കുന്നുണ്ട്. സത്യസന്ധമായി മറുപടി പറയണം. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ കഴുത്തിന് മീതെ തല ഉണ്ടാകൂല. അതുകൊണ്ട് അബൂ സുഫിയാൻ ആ സമയത്ത് റസൂലുള്ളാഹിനെ കുറിച്ച് വളരെ മനോഹരമായി, ചരിത്രത്തിൽ കാണാൻ കഴിയും, വളരെ മനോഹരമായി അബൂ സുഫിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്. അങ്ങനെ ഈ രൂപത്തിൽ അബൂ സുഫിയാൻ്റെ വാക്കുകളൊക്കെ കേട്ട് ഹിർക്കൽ രാജാവ് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ നിൽക്കുന്ന മണ്ണടക്കം ഈ പ്രവാചകൻ്റെ കൈകളിലെത്താൻ ഇനി ഒരുപാട് കാലം വരില്ല. അഥവാ ഞാൻ നിൽക്കുന്ന മണ്ണ് ഏതാണ്? മസ്ജിദുൽ അഖ്സ അടക്കം ഈ ഭൂപ്രദേശം ആ പ്രവാചകൻ്റെ കൈകളിലെത്താൻ ഇനി ഒരുപാട് സമയം വേണ്ടി വരില്ല എന്നുള്ളതാണ് ഹിർക്കൽ രാജാവ് പറയുന്നത്. എന്തായാലും റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ ഷാമുമായി കൊണ്ട് പ്രവാചകൻ യുദ്ധം നടത്തുന്നത് ഒരേ ഒരു പ്രാവശ്യമാണ്. അഥവാ ഷാം എന്ന് പറഞ്ഞാൽ സിറിയ. നമ്മൾ സിറിയ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഷാം എന്ന് കേൾക്കുമ്പോൾ ആധുനിക സിറിയയല്ല നമ്മൾ മനസ്സിൽ കാണേണ്ടത്. അന്ന് ഷാം എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ, ഉർദുൻ, ജോർദാൻ, ലബനാൻ തുടങ്ങിയ ഭൂപ്രദേശങ്ങൾ മുഴുവൻ ചേർന്ന നാടാണ് ഷാം. അതിനെയാണ് പിന്നീട് എന്ത് ചെയ്യണത്? സിറിയ എന്ന് വിളിക്കണത്. പക്ഷെ ഇന്ന് സിറിയ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക സിറിയ മാത്രമല്ല, ഈ ഭൂപ്രദേശങ്ങളെല്ലാം ഉൾക്കൊണ്ട നാടായിരുന്നു അന്ന് ഷാം. അപ്പോൾ ഈ ഷാമുകാരായിക്കൊണ്ട് ആളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ ഒരേ ഒരു പ്രാവശ്യമാണ് യുദ്ധം നടത്തുന്നത്. അതാണ് മുഅ്ത യുദ്ധം. അങ്ങനെ മുഅ്ത യുദ്ധം കഴിഞ്ഞു. പിന്നീട് റസൂലുള്ളാഹിൻ്റെ കാലശേഷം ഭരണാധികാരിയാകണത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഈ സമയത്തൊന്നും എന്ത് ചെയ്യണില്ല, മുസ്ലിങ്ങൾക്ക് ബൈത്തുൽ മുഖദ്ദസ് കിട്ടിയിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലും ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി അവർ യുദ്ധം ചെയ്തു. അതാണ് അജ്നാദൈൻ യുദ്ധം. ആ അജ്നാദൈൻ യുദ്ധം കഴിഞ്ഞപ്പോഴും ദിമഷ്ക് വരെ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. പിന്നീട് ഭരണം ഏറ്റെടുക്കുന്നത് മഹാനായ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ശക്തമായ പോരാട്ടം യർമൂക്കും ഖാദിസിയയും. ഈ രണ്ട് യുദ്ധങ്ങൾക്ക് ശേഷം ബനു ഇസ്രായേൽ ജനതയെ അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിലെ ആളുകൾ അവർ ഉപരോധിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസ് വരെ എത്തി. ബൈത്തുൽ മുഖദ്ദസ് എന്ത് ചെയ്തു? അവർ ഉപരോധിച്ചു. അവസാനം അവർ തീരുമാനിച്ചു, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ കയ്യിൽ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്. അവരുടെ ഖലീഫ തന്നെ വന്ന്, മുസ്ലിമീങ്ങളുടെ ഖലീഫ തന്നെ വന്ന് ഇത് വാങ്ങണം. ബൈത്തുൽ മുഖദ്ദസിൻ്റെ ചാവി രാജാവ് അല്ലെങ്കിൽ ഖലീഫ തന്നെ എന്ത് ചെയ്യണം? വന്ന് വാങ്ങണം. അതാണ് അവർ പറഞ്ഞ കണ്ടീഷൻ. നോക്കി, അള്ളാഹുവിൻ്റെ റസൂലിനോട് അല്ലെങ്കിൽ ഹിർക്കൽ രാജാവ് അന്ന് പറഞ്ഞ ഒരു വാക്യം പുലരിയാണ്. ഇനി ഒരുപാട് കാലം വേണ്ടി വരില്ല, ആ പ്രവാചകൻ ഈ ഒരു മണ്ണ് ഏറ്റെടുക്കുമെന്നുള്ളത്. അഥവാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് ബൈത്തുൽ മുഖദ്ദസിൻ്റെ മണ്ണ് വരെ എത്തി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരാൻ പറഞ്ഞു, താക്കോല് മേടിക്കാൻ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. മദീനത്ത് ചർച്ചയാണ്. മദീനത്തുള്ള ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ, ഉമർ റളിയല്ലാഹു അൻഹു ഈ കമീസ് മാറ്റിയിട്ട് പോകണം. അദ്ദേഹത്തിൻ്റെ വസ്ത്രം മാറ്റി പുതിയൊരു വസ്ത്രം ധരിച്ചിട്ടായിരിക്കണം അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിൻ്റെ താക്കോല് മേടിക്കാൻ പോകാൻ. കാരണം 17 കഷ്ണം തുന്നി വെച്ച കമീസുമായി ഉമർ പോയാൽ അത് മുസ്ലിങ്ങൾക്ക് മോശമാണ്. അതുകൊണ്ട് ഉമറിൻ്റെ കമീസ് ഒന്ന് മാറ്റണം. സ്വഹാബത്തിൻ്റെ ചർച്ച എന്താണെന്നറിയോ? അത് ആര് പറയുമെന്നുള്ളതാണ്. ഉമറിൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഒരാൾക്കുമില്ല. അവസാനം അവർ തീരുമാനിച്ചു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കാം. കാരണം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെ ഉമർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് അലി പറയും. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി എന്താണെന്നറിയോ? ഉമറിൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം അലിക്കില്ല. അവസാനം മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും അതേ രൂപത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിൻ്റെ താക്കോല് മേടിക്കാൻ വേണ്ടി ഫലസ്തീനിൽ വരുന്നത്. ഫലസ്തീനിലെ ആളുകൾ അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ആളുകൾ അന്ന് വലിയ ആഘോഷമാക്കിയിട്ടുണ്ട്. ലോകത്തറിയപ്പെട്ട നേതാക്കളെ മുഴുവനും അവർ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ബിഷപ്പുമാർ അന്ന് അവിടെ ഉണ്ട്. ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും 2 മൈലുകളോളം 2 കിലോമീറ്ററോളം അവർ പരവതാനി വിരിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് നടക്കാൻ പോണത്. അവരുടെ കൈകളിൽ നിന്ന് ഒരു മുസ്ലിം ഭരണാധികാരി ഇതിൻ്റെ താക്കോല് മേടിക്കാൻ നിൽക്കുകയാണ്. സ്വഹാബിമാരിൽ അറിയപ്പെട്ട അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹും അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെയും അവർ അവിടെ കൊണ്ടുവന്നു.
അവർക്ക് പ്രത്യേകമായ വസ്ത്രം ധരിപ്പിച്ചു. എന്നാൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ നൽകി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹും പിന്നെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ മണ്ണിലേക്ക് വരുമ്പോൾ തക്ബീർ ധ്വനികൾ ഇങ്ങനെ മുഴങ്ങുകയാണ്. തക്ബീർ ധ്വനികൾ ഇങ്ങനെ മുഴങ്ങുമ്പോൾ മരുഭൂമിയുടെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു കുതിരപ്പുറത്ത് ഒരാളും അതിൻ്റെ കുതിരൻ്റെ കടിഞ്ഞാണും പിടിച്ചിട്ട് ഒരാൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ആ കുതിരപ്പുറത്തിരിക്കുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ ആ ഒട്ടകപ്പുറത്തിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ പറഞ്ഞ ഉമർ എന്ന ചക്രവർത്തി? സ്വഹാബത്ത് പറയുന്നുണ്ട്, അതല്ല ഉമർ, ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണും പിടിച്ച് നടന്നു വരുന്ന സാധാരണക്കാരനില്ലേ, അതാണ് 20 ഭൗതിക സാമ്രാജ്യത്തെയും ഒരാത്മീയ സാമ്രാജ്യത്തെയും തൻ്റെ കാൽ കീഴിൽ അടക്കി ഭരിക്കുന്ന ഉമർ എന്ന ചക്രവർത്തി. അഥവാ ഉമർ റളിയല്ലാഹു അൻഹുവിനും അദ്ദേഹത്തിൻ്റെ ഭൃത്യനും ഒരൊറ്റ ഒട്ടകമുള്ളൂ. അപ്പോൾ അവരിങ്ങനെ സമയം പാകം ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, കുറച്ച് സമയം ഉമർ റളിയല്ലാഹു അൻഹു കയറും, അപ്പോൾ ഭൃത്യൻ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ് പിടിച്ച് നടക്കും. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു കയറും, ഭൃത്യൻ നടക്കും. അങ്ങനെ സമയം എന്ത് ചെയ്യാണ്, അവർ ക്രമപ്പെടുത്തിയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്തെത്തിയപ്പോൾ ഈ ഭൃത്യൻ്റെ പിന്നെ സമയമാണ്, ഭൃത്യനാണ് ഒട്ടകപ്പുറത്ത് കയറേണ്ടത്. അപ്പോൾ ഭൃത്യൻ ആ സമയത്ത് പറയുന്നുണ്ട്, ഉമർ താങ്കളെയാണ് ഇവരെല്ലാവരും കാത്തിരിക്കണത്, അതുകൊണ്ട് താങ്കൾ ഈ ഒട്ടകപ്പുറത്ത് കയറണം. ഇല്ല ഭൃത്യൻ, നീ കയറി നിൻ്റെ കടിഞ്ഞാണും പിടിച്ച് ഞാൻ വരാമെന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു പോവുകയാണ്. എന്തായാലും അദ്ദേഹം പിന്നെ മസ്ജിദുൽ അഖ്സയിലെത്തി താക്കോല് മേടിക്കുന്ന സമയത്ത് അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമർ താങ്കൾ ഞങ്ങളെ മോശക്കാരാക്കി, ഉമർ താങ്കൾ ഞങ്ങളെ വഷളാക്കി. കാരണം മുസ്ലിങ്ങളുടെ ഖലീഫ എന്ന് പറഞ്ഞ് അവരെല്ലാവരും കാത്തിരുന്ന സമയത്ത് ഈ കീറിയ പിന്നെ വസ്ത്രം ധരിച്ച് കമീസുമായിട്ട് ഈ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണും പിടിച്ച് നടന്നു വരാൻ ഉമർ നിങ്ങൾ ഞങ്ങളെ വഷളാക്കി എന്ന രൂപത്തിൽ അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് അബൂ ഉബൈദയുടെ നെഞ്ചത്തിടിച്ചു. എന്നിട്ട് പറഞ്ഞാണ്, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. അബൂ ഉബൈദ, നമുക്ക് ഇസ്സത്തുള്ളത് ഇസ്ലാം കൊണ്ടാണ്, നമ്മുടെ വസ്ത്രത്തിലല്ല, നമ്മുടെ രൂപത്തിലല്ല, നമുക്ക് ഇസ്സത്തുള്ളത് ഇസ്ലാം കൊണ്ടാണ്. അതുകൊണ്ട് ഈ വിഷയം ഒന്നും എന്ത് ചെയ്യണ്ട, നിങ്ങൾ കാര്യമാക്കണ്ട എന്ന രൂപത്തിൽ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. ഈ രംഗം കണ്ട ഒരു ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ജനങ്ങളെ ലോകത്തുള്ള ഒരു സൈന്യത്തിനും കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് ഒരു ക്രിസ്തീയ പുരോഹിതൻ ഇത് കണ്ടുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ പ്രവാചകന്മാർ മുഖേന പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിലേക്ക് അത് ലഭിക്കണത്. പിന്നീടും കാലശേഷം മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ബൈത്തുൽ മുഖദ്ദസ് നഷ്ടമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്, 6 കാര്യങ്ങൾ സംഭവിക്കാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. 6 കാര്യങ്ങൾ ഉണ്ടാകാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അതിലൊന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾ കീഴടക്കുമെന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മുടെ കൈകളിൽ വരാനുള്ളതാണ്. അതുകൊണ്ട് ഇസ്സത്തുള്ളവരാകുക. നമുക്ക് ഇസ്സത്ത് നമ്മുടെ വേഷത്തിലോ രൂപത്തിലോ അല്ല, ഇസ്ലാം കൊണ്ടാണ് നമുക്ക് ഇസ്സത്തുള്ളത്. അതുകൊണ്ട് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട് അല്ലേ. ഷാം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞു പോയ സംഭവങ്ങളാണ്. ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളോ, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിറങ്ങുന്നത് ദമസ്കസിലെ വെള്ളമിനാരത്തിൽ ഷാമിൻ്റെ ഭാഗത്താണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ കൊല്ലണത് ബാബിൽ ഉദ്ദെന്ന് പറയുന്ന ഷാമിൻ്റെ പ്രദേശത്താണ്. ഇതൊക്കെ നടക്കാനിരിക്കുന്ന ചരിത്രങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിനുശേഷം സ്വഹാബിമാർക്ക് ശേഷം പിന്നീട് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ചരിത്രം എന്ത് ചെയ്യുക, നമുക്ക് അടുത്തൊരു സമയത്ത് വിശദീകരിക്കാം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും അത് അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലസ്തീനിൻ്റെ മണ്ണിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.